നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. പണപ്പെരുപ്പ നിരക്ക് 2% എത്തിയിട്ടും പലിശ നിരക്ക് കുറയ്ക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തയ്യാറല്ല. വ്യാഴാഴ്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി തുടർച്ചയായ 7ാം സിറ്റിംഗിലും പലിശ നിരക്ക് അതേപടി നിലനിർത്താൻ തന്നെ തീരുമാനിച്ചു. യൂറോപ്പിലെ ഏറ്റവും സന്തോഷകരമായ 1ാമത്തെ നഗരം എന്ന പദവി ലണ്ടൻ കരസ്ഥമാക്കി. സമീപകാല സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഏതാനും യൂറോപ്യൻ നഗരങ്ങൾ സ്ഥാനം പിടിച്ചു. UAE-യിൽ ആശ്രിത വിസയിൽ ബന്ധുക്കളെ കൊണ്ടുവരുന്നതിന് പുതിയ നിബന്ധനകൾ. 5 ബന്ധുക്കളെ താമസ വിസയിൽ കൊണ്ടുവരണമെങ്കിൽ 10,000 ദിർഹം ശമ്പളവും താമസ സൗകര്യവും നിർബന്ധമാക്കി. ഉത്തര കൊറിയയും റഷ്യയും കഴിഞ്ഞ ദിവസം ഒപ്പിട്ട പ്രതിരോധ ഉടമ്പടിയെ ദക്ഷിണ കൊറിയ രൂക്ഷമായി വിമർശിച്ചു. UN രക്ഷാസമിതി പ്രമേയങ്ങൾക്ക് വിരുദ്ധവും ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയുമാണ് ഈ ഉടമ്പടിയെന്നും റഷ്യയുമായുള്ള ബന്ധത്തിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു. തെക്കൻ ഗാസയിൽ സഹായവുമായി എത്തുന്ന ട്രക്കുകൾ കാത്തുനിന്ന പാലസ്തീനുകാർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. കെറം ഷാലോം ക്രോസിംഗിന് സമീപമാണ് ആക്രമണം ഉണ്ടായത്. ജമ്മു കാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തിരഞ്ഞെടുപ്പ് വിദൂരത്തല്ലെന്നും ഉടൻ തന്നെ സ്വന്തം സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഡൽഹി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മാസപ്പടി ആരോപണം വീണ്ടും നിയമസഭയിൽ ഉയർത്തി മാത്യു കുഴൽനാടൻ MLA. വ്യവസായ വകുപ്പ് ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അദ്ദേഹം പുതിയ ആരോപണം ഉന്നയിച്ചത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി. UDF യോഗത്തിൽ സംസാരിക്കാൻ വിളിച്ചില്ല എന്നതാണ് കാരണം. T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ജയത്തോടെ തുടങ്ങി ഇന്ത്യ. അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ 47 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ അവസാനിച്ചു. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.